കുഞ്ഞുണ്ണി വന്നാട്ടോ, ചായ ഇതാ, പാൽ ചായ റെഡി ആയിട്ടുണ്ട്. വന്നോ? ആ ചായ കുടിക്കണം. കർക്കിടക മാസമായിട്ട് മരുന്നുകളൊക്കെ കഴിക്കണം എന്നൊക്കെ പറയും. നമ്മുടെ അമ്മമാരാണെങ്കിലും എല്ലാവരോടും പറയാറുണ്ടല്ലോ, മരുന്നൊക്കെ പച്ചമരുന്നൊക്കെ വാങ്ങിച്ച് എല്ലാവരും മരുന്ന് കഞ്ഞി അങ്ങനെയൊക്കെ കഴിക്കാറൊക്കെ ഇല്ലേ. അപ്പൊ ഞാന് ഇപ്പൊ കഴിഞ്ഞ കുറിയൊക്കെ കഴിച്ചുട്ടോ, അത്യാവശ്യം കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ട്, ഒരുപാടൊന്നും കഴിച്ചില്ല. അപ്പൊ ഇക്കുറി കുറച്ച് കൂടുതലായിട്ട് കഴിക്കാനുള്ളതുണ്ട്. എന്താ വെച്ചതാണ്ടോ, അരിഷ്ടങ്ങളില്ലേ, അരിഷ്ടം, പിന്നെ ഇതെന്താ, ഔഷധ കഞ്ഞി കിറ്റാണിത്. ഇത് പിന്നെ ഇത് തെങ്ങിൻ പൂക്കിലെ ലേഖ്യം, ഇതൊക്കെ കഴിക്കണം. കുറെ മരുന്നുകളൊക്കെ കഴിക്കണം എന്നാണ് പറയുക. ഇത് ഈ ചെടി എല്ലാവർക്കും അറിയില്ലേ അല്ലെ? ഇത് തണ്ണീർത്തണ്ട് അഥവാ മഷിത്തണ്ട് എന്നൊക്കെ പറയില്ലേ നമ്മള്. കുട്ടിക്കാലത്തൊക്കെ നമ്മള് LKG UKG അല്ലല്ലോ നമ്മൾ ആദ്യം പോയി ചേരുക. ഇന്നൊക്കെ അല്ലേ LKG UKG. അപ്പൊ നമ്മൾ 1-ാം ക്ലാസ് ഒക്കെ നമ്മളെ കൊണ്ട് ചേർത്തുമ്പോ ഇതുപോലെ സ്ലൈറ്റ് ഉണ്ടാവും അല്ലെ. എന്നിട്ട് സ്ലൈറ്റിലൊക്കെ നിറയെ പെൻസിലും കൊണ്ട് എഴുതിയിട്ട് നമുക്ക് മായ്ക്കാനൊന്നും വെള്ളമൊന്നും നമുക്കപ്പൊ എടുക്കാനൊന്നും പറ്റില്ലല്ലോ. വാട്ടർ ബോട്ടിലാണെങ്കിലും കുപ്പിയിലാണെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് കുറേ ബാഗിൽ ഇങ്ങനെ എന്താണ് മഷിത്തണ്ട്, ഇങ്ങനെ തണ്ണീർത്തണ്ട് കുറെ പറിച്ചു വെച്ച് കവറിലാക്കി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അതിൽ നിന്ന് എടുക്കും. ഇങ്ങനെ എടുത്തിട്ട് നല്ല രസമല്ലേ, എല്ലാവരും കൂടി, കൂട്ടുകാരികളും എല്ലാവരും കൂടി ആയിട്ട് ഒക്കെ എല്ലാവർക്കും ആരെങ്കിലും കൊണ്ടുവരാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടി നമ്മളത് ഷെയർ ചെയ്ത് കൊടുക്കും. എന്നിട്ട് മായ്ക്കുമ്പോൾ നമ്മൾ എല്ലാ ഇലയും കൂടി പിടിച്ചിട്ട് ഈ സ്ലേറ്റിൽ ഇത് എങ്ങനെ ഇങ്ങനെ മായ്ക്കും. കാരണം ഒരു 10 പ്രാവശ്യമൊക്കെ എഴുതാനൊക്കെ ടീച്ചർമാർ പറയില്ലേ. അപ്പൊ അതെങ്ങനെ മായ്ച്ച് സ്ലേറ്റ് വൃത്തിയാക്കി. അതിന്റെ ഒരു മണം കണ്ടില്ലേ, എന്ത് മണം അത്. തണ്ണിന്റെ ഒരു മണം, നല്ല മണം കേട്ടോ. അത് നല്ലൊരു മണം തന്നെയാണ്. ഈ ഓർമ്മയൊക്കെ ആർക്കെങ്കിലും ഉണ്ടോ? ഇങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണം കേട്ടോ, കമന്റ് ആയിട്ട് ഇടണേ. കളയണ്ട, അത് പുതിയത് അവിടെ വെച്ചോ. പിന്നെ മരുന്ന് പറഞ്ഞാല് ഇനിയിപ്പോ ഇന്ന് മുതൽ തൊട്ടിട്ട് കഴിക്കാൻ പോകുക തന്നെയാണ്. അപ്പൊ വൈകുന്നേരത്തെ ഭക്ഷണമൊക്കെ എനിക്ക് ഇതായിരിക്കും കേട്ടോ, ഔഷധ കഞ്ഞി കിറ്റാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ശരീരം നമ്മൾ നോക്കാതിരുന്നാൽ പറ്റില്ലല്ലോ. കർക്കിടക മാസത്തിൽ നമ്മളിതൊക്കെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ലേ. നമുക്ക് അധ്വാനം നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരം ആരോഗ്യമായിട്ട് ഇരിക്കണം അല്ലേ. അപ്പോൾ കർക്കിടക മാസത്ത് കഴിക്കുന്നത് അത് നല്ലത് തന്നെയാണ്. അതുപോലെ ഇത് 2 അരിഷ്ടങ്ങളാണ്. ഈ 2 അരിഷ്ടങ്ങളോട് മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. പിന്നെ തെങ്ങിൻ പൂക്കിലെ ലേഖ്യമാണ് ഇത്, അതും നല്ലത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ തടിയൊന്നും ഒരുപാടൊന്നും വരില്ല. തടി വയ്ക്കുന്നവർ തടി വയ്ക്കുന്നുണ്ടോ, പക്ഷെ ശരീരം ആരോഗ്യമായിട്ട് ഇരിക്കാൻ ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ അല്ലേ നമ്മൾ കഴിക്കുന്നത്. അങ്ങനെ സാധാരണ അതിപ്പോൾ അത് തന്നെയല്ലേ. എല്ലാവരുടെയും വീട്ടിൽ ഇങ്ങനെയൊക്കെ ഇത് പറയാറുണ്ടോ? അവരുടെ അമ്മമാരൊക്കെ ഇത് പറഞ്ഞു തരാറില്ലേ? നമ്മുടെ അമ്മമാർ ഇതൊക്കെ കഴിക്കാറുണ്ടല്ലോ അല്ലേ. അപ്പൊ പിന്നെ എന്താ പറയാ, അപ്പൊ മരുന്നൊക്കെ എല്ലാവരും കർക്കിടക മാസമൊക്കെ വാങ്ങിച്ചോ? കർക്കിടക മാസമായിട്ട് പച്ചമരുന്നുകളൊക്കെ അഥവാ സ്വയം ഉണ്ടാക്കി കഴിക്കുകയാണോ? അങ്ങനെയും കുറെ പേര് ചെയ്യാറുണ്ട്. മരുന്ന് കഞ്ഞി എന്നൊക്കെ പറഞ്ഞ് കഴിക്കാറൊക്കെ ഉണ്ടല്ലോ, ഉണ്ടാക്കിയിട്ട് കഴിക്കാറുണ്ട്. അങ്ങനെയൊക്കെ അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണം കേട്ടോ. പച്ചമരുന്നിന്റെ കൂട്ടുകളൊന്നും എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും, അതേപോലെ വേറെ എന്തൊക്കെയോ പച്ചരിന്റെ അരി അതും കൊണ്ടൊക്കെ ഓരോന്ന് ചെയ്യാറുണ്ട്, അതും അറിയില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ആയിട്ട് പറഞ്ഞു തരണം കേട്ടോ. അപ്പൊ ഇന്നിപ്പോ മരുന്നുകളുടെ കാര്യങ്ങളായിട്ടാണ് ഇന്നിപ്പോ നമ്മള് വീഡിയോയില് പറഞ്ഞത്. അപ്പൊ എല്ലാരും ഇങ്ങനെ ചെയ്യണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഒക്കെ ഇടുക. ഇനി വേറെ എന്തെങ്കിലും മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറഞ്ഞു തരാം കേട്ടോ.